ഹലോ, ഇന്ന് രാവിലെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമുക്ക്. കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചധികം പണികൾ തീർക്കാനുണ്ട്. ഒന്ന് മോപ്പ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, പിന്നെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പിള്ളേർ വരുന്നതിന് മുമ്പ് തീർത്ത് വെക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ടാസ്ക്. അപ്പോൾ ഇവരില്ലാത്ത സമയം നോക്കി മോപ്പ് ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പം. കാരണങ്ങൾ പലതുണ്ട് കേട്ടോ. ഒന്ന്, മോപ്പ് ചെയ്താൽ ഉടനെ ഇവരൊരു ശ്രദ്ധയില്ലാതെ ഓടി തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുറത്ത് പോയിട്ട് വന്നിട്ട് ഷൂ ഊരാൻ മറന്നു പോകും. പിന്നെ കാലിൻ്റെ പാടൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായി പോകും. അപ്പോൾ ഇവരില്ലാത്ത സമയം നോക്കി മോപ്പ് ചെയ്യാറാണ് സാധാരണ പതിവുള്ളത്. അടിച്ചു വാരാൻ ചൂലിന് പകരം വാക്യൂം ക്ലീനറും, മോപ്പ് ചെയ്യാൻ നല്ല സ്പിൻ മോപ്പും ആണെങ്കിൽ നമ്മുടെ പണി എളുപ്പമാവും. കാര്യം ശരിയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ സാധനങ്ങളുമായിട്ട് ഒന്നും വലിയ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മളുടെ ചൂലും കോരിയും ഇങ്ങനത്തെ ഈ കോലുമോപ്പും ഒക്കെ ഉപയോഗിക്കുന്നത്. മോപ്പ് ചെയ്യാനും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാനങ്ങനെ പ്രത്യേക ദിവസമൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. എപ്പോഴാണോ തറ വളരെ മോശമായിട്ട് തോന്നുന്നത്, ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്നത്, അന്നേരം മോപ്പും ബക്കറ്റും എടുക്കുക, ക്ലീൻ ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ വേണ്ട നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ലീനിങ്ങും മോപ്പിങ്ങും ഒക്കെ തീർന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ മുയലും കുഞ്ഞിന് കുറച്ച് ക്യാരറ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തലേന്ന് രാത്രിയിൽ ഞാൻ ബീഫ് ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഐസ് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഒന്ന് നുറുക്കി റെഡിയാക്കുകയാണ്. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും അതെല്ലാം ക്ലീൻ ചെയ്യുന്നതും അരിഞ്ഞ് ചെറിയ പീസുകളാക്കുന്നതും എല്ലാം അച്ചായൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അച്ചായൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇച്ചിരി ജോലിഭാരം കൂടി പോയത്. അല്ലെങ്കിൽ ഈ ഭാഗത്തോട്ടൊന്നും ഞാൻ നോക്കേണ്ട പോലും കാര്യമില്ലായിരുന്നു. അപ്പോൾ വേണ്ട നമ്മുടെ ക്ലീനിങ്ങിൻ്റെയും കുക്കിങ്ങിൻ്റെയും ഒക്കെ പ്രധാന ഭാഗങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നിരത്തിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കണം. ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ആ നേരം കൊണ്ട് നമ്മളുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. നല്ല ബീഫിൻ്റെ മണവും വരുന്നുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് വീണ്ടും ഞാൻ കുക്കർ അങ്ങനെ അങ്ങ് അടച്ചു വെക്കുകയാണ് കേട്ടോ. ഇനിയും കുറച്ച് സാലഡും കൂടെ ഉണ്ടാക്കണം. തൈര് ഇടാതെയാണ് സാലഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്കിന്ന് മോരുകറി ഉള്ളതുകൊണ്ട് നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് വെജിറ്റബിൾസ് എല്ലാം കൂടെ. തൈര് ഒഴിച്ച് നമ്മൾ ഇളക്കിയെടുക്കുന്ന സാലഡ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും കുറച്ച് ഇഷ്ടം കൂടുതൽ വിനാഗിരി ആയാലും നാരങ്ങ നീരായാലും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുന്ന സാലഡിനോടാണ്. അങ്ങനെ നമ്മുടെ സാറുമാർ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ദോശ ഇഷ്ടമുള്ളവർ ദോശയും ബീഫും, ചോറ് ഇഷ്ടമുള്ളവർ അങ്ങനെയുമാണ് കേട്ടോ കഴിച്ചത്. കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് ബിന്നിൻ്റെ കളക്ഷൻ നാളെയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടേ നമ്മളതവിടെ കൊണ്ടുവെക്കണം. അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഇനിയും കാപ്പി കുടിക്കുന്ന സമയമാണ്. വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്ത വീഡിയോ കാണുവരെ ബൈ.